ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, കാറ്റഗറി നമ്പർ 583/2023 കേരള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വിമുക്ത ഭടന്മാർക്ക് മാത്രമാണെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ശമ്പള സ്കെയിൽ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. 31,100 മുതൽ 66 സംതിങ് ആണ് അതിൻ്റെ ശമ്പള സ്കെയിൽ വരുന്നത്. ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് 35 ആണ്. അതായത് ഈ ഒരു ഒഴിവ് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഒഴിവ് ഈ കഴിഞ്ഞ ജനറൽ കാറ്റഗറിയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നല്ലോ, 385/2018. അതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലാതെ ഫ്രഷ് ആയിട്ട് വന്ന റിട്ടയർ അല്ലെങ്കിൽ ഡെത്ത് വേക്കൻസികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് 350-400ഓളം നിയമനങ്ങൾ നടന്നു. പോസ്റ്റ് ഗ്രാജുവേഷനോട് ചേർത്ത് ഒരു 750-800 അടുത്ത് നിയമനം നടന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇതിൽ പെടില്ല. അപ്പോൾ 2020 നമ്മളൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ സ്പെഷ്യൽ റൂളിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ യോഗ്യതയും അതുപോലുള്ള സംവരണവും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എടുത്തു പറഞ്ഞാണ് ഒരു 35 വേക്കൻസി, അതായത് 10%, 100-ൽ 10% വേക്കൻസി, അതായത് 350-ൽ 35 വേക്കൻസി വിമുക്ത ഭടന്മാർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇനി വരാൻ പോകുന്നത് ഈ 3 വർഷം, ഇതിൻ്റെ ഇപ്പോൾ നിലവിൽ 1 വർഷം കാലാവധി ഉണ്ടാവും. ഇനി വരാൻ പോകുന്നതിലും അതായത് ഈ 35 ഉണ്ടാവും. ഇനി എത്ര അഡ്വൈസ് നടക്കുന്നു അതിനനുസരിച്ച് ആനുപാതികമായി 10 ഒരെണ്ണം ഈ വിമുക്ത ഭടർക്കായിട്ട് അതായത് ഇതിൻ്റെ റിസർവേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. 31,100 മുതൽ 66,800 വരെയാണ് ശമ്പളം. 35 വേക്കൻസി നിലവിലുണ്ട്. ഇനി കൂടാനും സാധ്യതയുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. വിമുക്ത ഭടന്മാർ, അതായത് ഇതിന്ന് മിലിറ്ററിയിൽ നിന്നും അതേപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, അതായത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഫോർ എക്സ് സർവീസ് മാൻ ഓൺലി എന്നുണ്ട്. അതായത് CRPF-ഉം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സൈനിക, അർദ്ധസൈനിക എന്ന് വിരമിച്ച ആൾക്കാർക്കാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജനറൽ ലിസ്റ്റിൻ്റെ 10% ഇതിന് ഒഴിവുകൾ കിട്ടുന്നതായിരിക്കും. 100 കയറി കഴിഞ്ഞാൽ അതിൽ 10 ഇതിലേക്ക് റിസർവ് ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 41 ആണ്. അപ്പോൾ ഇതിൻ്റെ 41 ജനറലാകുമ്പോൾ 20 to 28 പ്ലസ് 3, അതേപോലെ പ്ലസ് SC/ST 5, അങ്ങനെ അതായത് പിന്നോക്ക വിഭാഗക്കാർക്കായിട്ട് 3ഉം 5ഉം സംവരണം ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ സംവരണം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും 41 വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് പറ്റും. അതായത് വിമുക്ത ഭടന്മാരെന്ന് വെച്ചാൽ വിരമിച്ചിട്ടുള്ള ആൾക്കാർക്കാണല്ലോ. അതുകൊണ്ട് 20 വയസ്സ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്പെഷ്യൽ റൂൾ വരുന്നതുകൊണ്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ചോദ്യം ചെയ്യരുത്. 7ാമത്തെ ആ ഒരു പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതായത് പാസ് ഇൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതായത് +2 അല്ലെങ്കിൽ ഈക്വൽ ഉണ്ട്, അതായത് തത്തുല്യം എന്നുള്ള രീതിക്കാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിലിപ്പോൾ മിലിറ്ററി ആണ്, അതായത് എക്സ് സർവീസ് മാൻ ആണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിരമിച്ച ആൾക്കാരാണെന്ന് വെച്ചാൽ അതിൽ 10th എന്നുള്ളൊരു ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ. അതിൽ +2 തന്നെ നിർബന്ധമായിട്ട് വേണം. അതോടൊപ്പം തന്നെ ഹെവി ലൈസൻസ്, 2 വീലർ ലൈസൻസ് പാസ്സായിരിക്കണം. അതേപോലെ തന്നെ ഹെവി LMV ലൈസൻസും, അതേപോലെ ഹെവി ലൈസൻസ് പ്രത്യേകം അതിൽ പാസ്സായിരിക്കണം. ഹെവി ഗുഡ്സ് ആൻഡ് പാസഞ്ചർ എന്നായിരുന്നു. ഇപ്പോൾ നിലവിൽ എല്ലാ സംഭവത്തിനും കൂടെ ഇപ്പോൾ നിലവിൽ ഒരൊറ്റ സംഭവം മാത്രമേ ഉള്ളൂ, ഗുഡ്സ് ആൻഡ് പാസഞ്ചർ എന്നുള്ള ഹെവിയുടെ ആ ഒരു സംഭവം. ട്രാൻസ് എന്നുള്ള സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് മസ്റ്റ് പോസസ് കറണ്ട് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, ഹെവി പാസഞ്ചർ ആൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഡ്രൈവേഴ്സ് ബാച്ചിൽ നിന്ന്. 2ാമത്തത് പ്രൊഫിഷ്യൻസി ഇൻ ഡ്രൈവിംഗ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ യോഗ്യത കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന അതിൽ ടെസ്റ്റിൽ പാസ്സാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 168 സെൻറ്റിമീറ്ററാണ്. സംവരണമൊന്നുമില്ല കേട്ടോ, നിലവിലുള്ള അതേ സെയിം ഹൈറ്റ് തന്നെയാണ്. ചെസ്റ്റ് വന്നിട്ട് വിരിയാത്ത ലെവൽ, എക്സ്റ്റൻഷൻ ഇല്ലാതെ 81, എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററാണ് കേട്ടോ. വിരിഞ്ഞ് കാണിക്കുന്നത് 5 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, അപ്പോൾ മിനിമം ഹൈറ്റ് ആൻഡ് ചെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് SC/ST കാർക്കായിട്ട് 161 സെൻറ്റിമീറ്ററും, അതേപോലെ ജനറലുകാർക്കാണ് 168, 161 വന്നിട്ട് SC/ST കാർക്കും. ചെസ്റ്റ് 176, വിരിഞ്ഞിട്ടുള്ളത് 5 സെൻറ്റിമീറ്റർ, മാറ്റമൊന്നുമില്ല. അടുത്തത് ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഫിസിക്കൽ പരമായിട്ടും നല്ല ആരോഗ്യക്ഷമതയുള്ള ആളായിരിക്കണം. കണ്ണിൻ്റെ കാഴ്ചശക്തിയിലും നല്ല കാഴ്ചയുള്ള ആൾ, അതായത് ദൂരക്കാഴ്ച എന്ന് പറയണത്, ഡിസ്റ്റൻസ് എന്ന് പറയണത് റൈറ്റ് ഐ 6/6 ആണ്, ലെഫ്റ്റ് ഐ 6/6. ഓക്കെ, ദൂരക്കാഴ്ച എന്ന് പറയണത്, അതായത് സമീപ കാഴ്ച എന്ന് പറയുന്നത് 0.5 സ്നെല്ലനാണ്. ലെഫ്റ്റും അതേ സെയിം 0.5 സ്നെല്ലൻ വേണ്ടോ, നിയർ വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് തെളിയിക്കാനായിട്ട് അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലിപ്പോൾ കണ്ണിൻ്റെ കാര്യത്തിൽ
ഫുൾ വിഷൻ ഉണ്ടാവണം കേട്ടോ. ഫുൾ വിഷൻ ഉണ്ടായിരിക്കണം, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അതേപോലെ തന്നെ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകാൻ പാടില്ല, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകാൻ പാടില്ല, സ്ക്വിൻഡൽ അതായത് ചുരുങ്ങിയ കണ്ണുണ്ടാവില്ല അത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ഫോൾട്ടും കണ്ണിന്റെ കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത, അതായത് ഓഫ്തൽമോളജിസ്റ്റ്, അതായത് ഗവൺമെന്റ് സർവീസിലുള്ള ഓഫ്തൽമോളജിസ്റ്റിനും കണ്ണ് സർട്ടിഫിക്കറ്റും കണ്ണിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഇപ്പോൾ കാണുന്ന ആ ഒരു സംഭവം ഇപ്പോൾ കാണുന്നത് സ്റ്റാൻഡേർഡ് വിഷൻ കണ്ണിന്റെ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഗവൺമെന്റ് സർവീസിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും 2 ചിലപ്പോൾ കണ്ണ് ഡോക്ടറിനെയാണ് ഈ ഗവൺമെന്റ് സർവീസിലുള്ളത് അസിസ്റ്റന്റ് സർജനിലോ അല്ലെങ്കിൽ ജൂനിയർ കൺസൾട്ടന്റോ. അസിസ്റ്റന്റ് സർജനാണ് ഏറ്റവും അടിസ്ഥാനം, ജൂനിയർ കൺസൾട്ടന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഉയർന്ന പോസ്റ്റാണ്, സിവിൽ സർജൻ എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഉയർന്ന പോസ്റ്റാണ്. അങ്ങനെയുള്ള ആൾക്കാരും കണ്ണുമായി ബന്ധപ്പെട്ട ഓഫ്തൽമോളജിസ്റ്റ് ഉണ്ടാവും. അവന്റെ കയ്യിൽ തന്നെ 2 വാങ്ങിച്ചാലും കുഴപ്പമില്ല. ചില ആൾക്കാർ തരില്ല. ഇപ്പൊ ചിറ്റൂര് പോലുള്ള നമ്മുടെ ഭാഗത്തുള്ള ആൾക്കാർ 2 തരും, പാലക്കാട് 2 തരില്ല. ഒരു ഡോക്ടർ, ഒരു ഓഫ്തൽമോളജിസ്റ്റ് കണ്ണിന്റെയും, പിന്നെ വേറെ സിവിൽ സർജനോ അല്ലെങ്കിൽ RMOന്റെ അടുത്ത് പോയിട്ട് നമ്മൾ കാണും. അതേപോലെ തന്നെ ഇതിന്റെ 8 ഐറ്റം ഫിസിക്കലിന്റെ ടെസ്റ്റ് ഉണ്ട്. അതിൽ 5 ഐറ്റം മസ്റ്റായിട്ട് പാസ്സാവണം എന്നുള്ള കാര്യം കൂടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിസിക്കൽ ഇല്ല എന്നുള്ള ഒരു സംഭവം വേണ്ട. ഫിസിക്കൽ ആയിരിക്കും മിക്കവാറും ആദ്യം വരുന്നത്. ആ ഫിസിക്കൽ പാസ്സായ ആൾക്കാർക്ക്, അതായത് എന്താ പറയുക, പാസ്സായ ആൾക്കാർക്ക് T&R ടെസ്റ്റ് പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്ത് അവരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇതിൻ്റെ ഇപ്പോൾ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംഭവം സർവീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, എക്സ് സർവീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായിരിക്കും. അതും അതിൻ്റെ സർട്ടിഫിക്കറ്റും ജസ്റ്റ് ഒന്ന് ഈ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം ലാസ്റ്റ് ആണ്, അതായത് ജനുവരി മാസം ലാസ്റ്റ് ആണ് 2024. അപ്പോൾ ഈ ലാസ്റ്റ് ടൈം കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഇപ്പം ഇതിൻ്റെയും ജനറൽ ആയിട്ടുള്ള പോലീസ് ഡ്രൈവറിൻ്റെ വുമൻ ആൻഡ് മെന്നിൻ്റെ ആ ഒരു ഇത് വരുന്നത്, അതായത് കൺഫർമേഷൻ ആൻഡ് സിലബസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് വന്ന് മാക്സിമം 3 മാസത്തിനുള്ളിലായിരിക്കും ഇതിൻ്റെ എക്സാം ഉണ്ടാവുക. ഓക്കെ, കൺഫർമേഷൻ വന്ന് നമ്മൾ അതിന് ഏറ്റവും ഉദാഹരണം വെച്ചാൽ ഫയറിൻ്റെ ഇതാണ്. ഫയറിൻ്റെ 31/1/2024 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കാണിക്കുന്നത്. മിഡ് നൈറ്റ് 12 മണിക്കാണ്. അത് പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിൻ്റെ കൺഫർമേഷൻ വരാൻ 100% സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സിലബസും വരും. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ, അതായത് 2 എക്സാമും ഒരേ രീതിക്ക് തന്നെ നടത്തുന്നതായിരിക്കും, ഒരേ സിലബസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ജനറൽ വൈകിച്ചത്. ഓക്കെ, എല്ലാവരും കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പരീക്ഷ എന്തുകൊണ്ട് വന്നില്ല എന്ന് വെച്ച്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 691/2023 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് വൈഡ് ആണ്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ഇപ്പോൾ 2 കാറ്റഗറിക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതിലൊരു കാറ്റഗറിയിൽ ജനറൽ കാറ്റഗറി ആണ്. ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 19,050 മുതൽ 52,800 വരെയാണ്. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, എല്ലാവർക്കും LMB ഉള്ള, ബാഡ്ജ് ആവശ്യമില്ല, LMBയിൽ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു തസ്തിക തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തൊഴിൽ വാർത്തയിൽ വന്ന ഒരു പോസ്റ്റോടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജനറൽ വിഭാഗത്തിന് 5 വേക്കൻസിയും സൊസൈറ്റി വിഭാഗത്തിന് 5 വേക്കൻസിയും. അപ്പോൾ കാറ്റഗറി നമ്പർ 691 ജനറലും 692/2023 സൊസൈറ്റിയാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ലിമിറ്റഡ് ആണ്. ശമ്പള സ്കെയിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒഴിവുകളുടെ എണ്ണം സൊസൈറ്റിക്ക് 5 എണ്ണം, ജനറലിന് 5 എണ്ണം എന്നുള്ള നിലയ്ക്കാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അയക്കാൻ പറ്റും. അപ്പോൾ നോക്കിയിട്ട് സൈറ്റിൽ വന്നിട്ട് നോക്കിയപ്പോൾ സൈറ്റ് ഓപ്പൺ ആവുന്നില്ല. അന്ന് കുറച്ച് ബിസി ആയിരിക്കും, 1-ാം തീയതിയൊക്കെ ആയതുകൊണ്ട് ബിസി ആയ പോലെ തോന്നി. ഓക്കെ, അധികം വൈകാതെ തന്നെ എന്തായാലും സൈറ്റിൽ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എല്ലാവരും മറക്കാതെ അപേക്ഷിക്കുക. ഇതുപോലുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡ്രൈവർ പോസ്റ്റുകളൊക്കെ വരുന്നത് അപൂർവമാണ്. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറലിന് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സൊസൈറ്റിയുടെ 18 മുതൽ 50 വയസ്സ് വരെ. ഇതിൻ്റെ യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയായിരിക്കണം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വാഹനം ഓടിക്കുന്ന അനുവദിച്ചുകൊണ്ടുള്ള 3 വർഷത്തെ പ്രാബല്യത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവേഴ്സ് ബാഡ്ജ് എന്ന് പറയുന്നത് ബാഡ്ജിൻ്റെ ആവശ്യമില്ല. ഉദ്യോഗാർത്ഥികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി, എഴുത്ത് പരീക്ഷ, പ്രായോഗിക പരീക്ഷ എല്ലാ ദിവസങ്ങളിലും അത് പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കണം. അതുപോലെ മെഡിക്കൽ ഫിറ്റ്നസ് ചെവിയുടെ കാര്യത്തിലായാലും കണ്ണിൻ്റെ കാര്യത്തിലായാലും പക്കയായിരിക്കണം എന്നുള്ളത് 6/6.5 ഉണ്ടായിരിക്കണം. വർണ്ണക്കാഴ്ച സാധാരണമായിരിക്കണം. നിശാന്തത ഉണ്ടാകരുത്. പേശികളും സന്ധികളും തളർവാദം ഉണ്ടായിരിക്കരുത്. എല്ലാ സന്ധികളും ആയാസരഹിതമായിരിക്കണം, ചലിപ്പിക്കാവുന്നതായിരിക്കണം. നാഡീവ്യവസ്ഥ പൂർണ്ണമായും സാധാരണ നിലയിലുള്ളതായിരിക്കണം. ഓക്കെ, ഇനി കാറ്റഗറി നമ്പർ 692/2023 ഇതിൽ മാത്രം ബാധകം എന്നുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപേക്ഷകർ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ലിമിറ്റഡ് അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള മെമ്പർ സൊസൈറ്റിയിലുള്ള തസ്തികയിലെ 3 വർഷം റെഗുലർ സർവീസ് ഉള്ളവരും അപേക്ഷാ തീയതി
അപേക്ഷാ തീയതി മുതലും നിയമനത്തിലും മെമ്പർ സൊസൈറ്റിയിലെ സേവനത്തെക്കുറിച്ച് തുടർന്നതായിരിക്കണം. പിന്നെ ഇതിൻ്റെ കുറിപ്പ് കൊണ്ട് ഉദ്യോഗാർത്ഥികളുടെ ഡ്രൈവിംഗ് പ്രാവീണ്യം കൊണ്ട് ടി ടെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് തൊഴിൽ വാർത്തയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എച്ച് ടെസ്റ്റ് ആണ് കേട്ടോ. LMV ആണെങ്കിൽ എച്ച് ടെസ്റ്റ്, അതിൽ മാറ്റമൊന്നുമില്ല, 100% എച്ച് ടെസ്റ്റ് ആണ്. അത് സുഹൃത്ത് തന്നെ മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എച്ച് ടെസ്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറയണത് സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അയക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു വിവരം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും, യൂസ് ആയി എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഇൻഫർമേഷൻ ക്ലാസ്സുമായി വീഡിയോ വീണ്ടും തിരിച്ചെത്താം. അതുവരെ സൈനിങ് ഓഫ് ഹാരിസ്. ഗുഡ് ബൈ.